മരിച്ച വ്യക്തിയുടെ അവയവമെടുത്ത് ആവശ്യക്കാരായ മുസ്ലിമിന് പകരം വയ്ക്കാമോ? നിർബന്ധ സാഹചര്യത്തിൽ മറ്റൊരവയവം കിട്ടാതിരിക്കുമ്പോൾ അവകാശികളുടെ സമ്മതത്തോടെ അനുവദനീയമാണ്. മനുഷ്യനെ ശല്യം ചെയ്യുന്ന കടന്നൽക്കൂടിന് തീയിടാമോ? അതിൻ്റെ ശല്യം ശക്തമാവുകയും അതില്ലാതാക്കാൻ തീയിട്ടുകരിക്കൽ തന്നെ അനിവാര്യമാവുകയും ചെയ്താൽ അങ്ങനെ ചെയ്യാവുന്നതാണ്. മയ്യത്ത് നിസ്കാര പ്രാർത്ഥനയിൽ ചിലർ വജീറാനൻ ഖൈറൻ മിൻ ജീറാനിഹി എന്ന് പ്രാർത്ഥിക്കുന്നത് കേൾക്കാം. അങ്ങനെ ഹദീസിൽ വന്നിട്ടുണ്ടോ? പ്രസ്തുത വാക്യം ഹദീസിൽ വന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഫുഖഹാ വിവരിച്ചതിലും കണ്ടിട്ടില്ല. നോട്ടീസിൽ കാണുന്ന സലാം മടക്കൽ നിർബന്ധമുണ്ടോ? ഉണ്ടെങ്കിൽ എങ്ങനെ? നിർബന്ധമില്ല. ഒരാൾ സദസ്സിലേക്ക് കടന്നു വന്നപ്പോൾ അവിടെയുള്ള എല്ലാവർക്കും വേണ്ടി സലാം പറഞ്ഞാൽ എല്ലാവരും മടക്കൽ നിർബന്ധമാണോ? അവർ എല്ലാവരും മടക്കൽ നിർബന്ധമാണ്. പക്ഷേ ഒരാൾ മടക്കിയാൽ തന്നെ മറ്റുള്ളവരുടെ നിർബന്ധ കടമ വീടും. ഒരു ഫർള് നിസ്കാരം എത്ര തവണ മടക്കി നിസ്കരിക്കാം? ഒരു തവണ മാത്രം. ഈ വസ്തുത അറിഞ്ഞ് വീണ്ടും മടക്കി നിസ്കരിച്ചാൽ ആ നിസ്കാരം കെട്ടപ്പെടുകയില്ല. അള്ളാഹു ആദിൽ കൊണ്ട് കൽപ്പിക്കുന്ന എന്നർത്ഥം തുടങ്ങുന്ന ആയത്ത് ഖുതുബയിൽ ഓതൽ സുന്നത്തുണ്ടോ? സുന്നത്തുള്ളതായി ഫിഖ്ഹി ഗ്രന്ഥങ്ങളിൽ കണ്ടിട്ടില്ല. സമ്പൂർണമായ അർത്ഥമുള്ള ആയത്ത് എന്ന നിലയ്ക്കാണ് ഖത്തീബുമാർ ഓതുന്നതെന്ന് ചില തഫ്സീറിൻ്റെ ഗ്രന്ഥങ്ങളിൽ കാണുന്നുണ്ട്. സലാം പറയൽ സുന്നത്തും മടക്കൽ നിർബന്ധവും ആയിരിക്കെ കൂടുതൽ പ്രതിഫലം ഏതിനാണ്? സലാം പറയുന്നതിനാണ് കൂടുതൽ പ്രതിഫലം. അതിലടങ്ങിയ യുക്തി എന്ത്? സലാം പറയൽ താഴ്മയുടെ അടയാളമാണ്. മടക്കുന്നവന് ഫർള് ലഭിക്കാൻ കാരണവും ഈ സലാമാണല്ലോ. ഉളു ചെയ്യാൻ ഇരിക്കൽ സുന്നത്തുണ്ടോ? സുന്നത്തുണ്ടെന്ന് ഫിഖ്ഹിൻ്റെ ഗ്രന്ഥങ്ങളിലൊന്നും കണ്ടിട്ടില്ല. അതേസമയം ഇമാം ഗസാലി റളിയല്ലാഹു അൻഹുവിൻ്റെ ഇഹ്യയിൽ മിസ്വാക്ക് ചെയ്യൽ സുന്നത്താണ്. അതിൽ നിന്ന് വിരമിച്ച ശേഷം ഉളു ചെയ്യാൻ ഖിബ്ലയ്ക്ക് മുന്നിട്ടിരിക്കണം എന്ന് കാണുന്നുണ്ട്. അന്യ സ്ത്രീ തുമ്മുകയും അൽഹംദുലില്ലാഹ് എന്ന് പറയുകയും ചെയ്താൽ യർഹമുക്കില്ലാഹ് എന്ന് പറയാമോ? അന്യ സ്ത്രീ ലൈംഗിക മോഹം ജനിപ്പിക്കാത്ത കിഴവിയാണെങ്കിൽ അങ്ങനെ പറയാം. യുവതിയാണെങ്കിൽ യർഹമുക്കില്ലാഹ് എന്ന് അവളോട് പറയൽ കറാഹത്തും അവൾ യഹ്ദീകുമുല്ലാഹ് കൊണ്ട് പ്രതികരിക്കൽ ഹറാമുമാണ്. രക്തം ഒലിച്ചുകൊണ്ടിരിക്കുന്ന മുറിവുള്ള ഒരാൾ ഓരോ നിസ്കാരത്തിനു വേണ്ടിയും മുറിവിലെ രക്തം കഴുകി അതിനെ കെട്ടേണ്ടതുണ്ടോ? ഓരോ ഫർള് നിസ്കാരത്തിനു വേണ്ടിയും അങ്ങനെ ചെയ്യേണ്ടതുണ്ട്. ഭക്ഷണപാനീയങ്ങൾ ഉപേക്ഷിച്ച് നിരാഹാരം നടത്താമോ? ഭക്ഷണപാനീയങ്ങൾ ഒഴിവാക്കി ശരീരത്തെ നിരാഹാരം എന്ന പേരിൽ ക്ഷീണിപ്പിക്കാൻ പാടില്ല. ഭക്ഷണപാനീയങ്ങൾ ഉപയോഗിക്കുന്നവരിൽ നിന്ന് മനഃപൂർവ്വം മാറി നിന്ന് മരണപ്പെട്ടാൽ അത് ആത്മഹത്യയാണ്.